ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിപ്പാനുള്ളതായ വിഷയം, ശബത്തിലെ നല്ല പ്രവൃത്തികൾ ആ ദിനത്തെ ബഹുമാനിക്കുന്നു. ഇന്നത്തെ ആപ്തവാക്യം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 12-ാം വാക്യമാണ്. ഇപ്രകാരം പറയുന്നു: എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവർ, ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനോട് പരീശന്മാർ അന്ന് ചോദിച്ചതാണ്, ശബത്തിൽ സൗഖ്യമാക്കിയത് എന്നത് ന്യായമോ എന്നുള്ള ചോദ്യത്തിന് കർത്താവായ യേശു ക്രിസ്തു മറുപടി പറയുന്ന സന്ദർഭമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ കാണുവാനായിട്ട് സാധിക്കും, അവർക്കറിയാമായിരുന്നു കർത്താവായ യേശു ക്രിസ്തു ചെയ്തത് ശരിയാണ്. എങ്കിലും ജനമധ്യേ തങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറ്റക്കാരനാക്കി കാണിക്കുന്നതിൽ ഉള്ളതായ താല്പര്യം മുൻനിർത്തിയാണ് അവർ അപ്രകാരം ചോദിച്ചത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മറുപടി നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു. തെറ്റാണോ ശരിയാണോ എന്നല്ല, മറിച്ച് അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ ചോദിക്കുന്ന ഇപ്രകാരമാണ്: നിങ്ങളിൽ ഒരുത്തൻ ഒരാട് ഉണ്ടെന്നിരിക്കെ അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ച് കയറ്റുകയില്ലയോ? എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവർ, ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ. ഈ മറുപടി, കർത്താവിൻ്റെ ഈ മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഉത്തരമൊന്നുമില്ലായിരുന്നു. ഇനി അതല്ല, നിങ്ങളുടെ കാളയോ കഴുതയോ അല്ല ആടോ കിണറ്റിൽ വീണ അതിനെ എടുക്കുകയില്ലയോ എന്നുള്ള ചോദ്യത്തിന് മറുപടി ഞങ്ങൾ എടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതവരുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമാകും. അതുകൊണ്ട് അവരത് പറഞ്ഞില്ല. ഇനി എടുക്കാൻ പറഞ്ഞാലോ അവർക്ക് ഒന്നും പറയുവാൻ പറ്റാത്തതായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോവുകയാണ്. ഇത് എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നതെന്ന് ചോദിച്ചാൽ, തങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെക്കാൾ തങ്ങൾ ശ്രേഷ്ഠരാണെന്നുള്ള ചിന്ത ഓരോ വ്യക്തികളിലും കടന്നു വരുമ്പോഴാണ് ഇതുപോലെയുള്ളതായ ചിന്തകളും ചോദ്യങ്ങളും ഉയർന്നു വരുന്നത്. അവർ മനുഷ്യൻ്റെ നിലവാരത്തിൽ നിന്ന് താഴ്ന്ന് ഒരു മൃഗത്തെ കഴിഞ്ഞും താഴോട്ട് പോകുന്നതായ ഒരവസ്ഥയിലേക്ക് അവരുടെ മനോനില എത്തുമ്പോഴാണ് ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു നന്മയാണ് ചെയ്തതെന്ന് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. എങ്കിലും ആ ബോധ്യത്തെക്കാൾ അവരെ നയിച്ചത് അധമവികാരങ്ങളും വിചാരങ്ങളുമായിരുന്നു. ഇന്നും അതിൽ നിന്ന് ജനങ്ങൾ ഒട്ടും വിഭിന്നരല്ല. നമ്മൾ പലപ്പോഴും ആരാധന മധ്യേ കടന്നു ചെല്ലുമ്പോൾ ഇതേപോലെയുള്ളതായ ചില ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് പല വ്യക്തികളും പാസ്റ്റർമാരോടോ അല്ലെങ്കിൽ മറ്റ് ശബത്ത് സ്കൂൾ പഠിപ്പിക്കുന്ന വ്യക്തികളോടോ ഒക്കെ ചോദിക്കാൻ തുനിയുമായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതായ കാര്യം, ഈ ചോദിക്കുന്ന വ്യക്തി, അത് നമ്മൾ ഓരോരുത്തരും ദൈവത്തെക്കാൾ ഉന്നതരാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഒരിക്കലുമല്ല, മറിച്ച് ദൈവത്തെക്കാൾ എത്രയോ താഴ്ന്ന നിലവാരത്തിലാണ് നമ്മളിരിക്കുന്നത്. നമ്മുടെ ചിന്ത ദൈവം മറ്റു ജീവജാലങ്ങളെക്കാൾ അധികമായിട്ട് മേന്മകൾ നൽകിയാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിപ്പിനെ നമ്മൾ മാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ചെയ്തതായ ആ നന്മകൾ, അല്ലെങ്കിൽ ശബത്തിൽ ചെയ്തത് നന്മ ചെയ്യുന്നത്, അതിനാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം, അത് ദൈവത്തിന് എതിരല്ല, മറിച്ച് നമ്മളുടെ സന്തോഷത്തിനും അല്ല നമ്മൾ ചെയ്യേണ്ടത്, ദൈവഹിതത്തിനനുസരിച്ചുള്ളതായ കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനും അടിയങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. മനോഹരമായ ഈ ദിവസത്തിൽ അടിയങ്ങൾക്ക് വീണ്ടും ഒരു ചിന്തയെ കൂടെ നൽകിയതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, അങ്ങ് സൃഷ്ടിച്ച അടിയങ്ങൾ എത്രയോ താഴ്ന്ന നിലയിലുള്ളതാണെന്ന് അടിയങ്ങൾ മനസ്സിലാക്കുന്നു. തങ്ങൾ ആരെ കഴിഞ്ഞും ശ്രേഷ്ഠരല്ല എന്നും മനസ്സിലാക്കുന്നു. ഇപ്രകാരമുള്ള ഒരു ചിന്തയെ അവിടെ നിന്ന് നൽകിയതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്നത്തെ പകൽക്കാലം അടിയങ്ങൾക്കെല്ലാവർക്കും തന്നെ അനുഗ്രഹപ്രദമായ ഒരു പകൽക്കാലമായിരിക്കാൻ തക്കണം ഇടയാക്കുമാറാകണമേ. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലേ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.